So we are going to another video of Introduction to Electrical Engineering. So നമുക്കറിയാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു തന്നു. അതിൻ്റെ കുറച്ച് ന്യൂമറിക്കൽസ് നമുക്കിപ്പോൾ ഇവിടെ ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഐ എം ഗിവ് എ ക്വിക്ക് റീക്യാപ്പ് ലൈക്ക് വാട്ട് ഇസ് ദ ഇക്വേഷൻ ലൈക്ക്. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് പ്രോബ്ലം അനുസരിച്ച് വേണമെങ്കിൽ ഒരു ഡെൽറ്റനെ സ്റ്റാർ ആക്കാം അല്ലെങ്കിൽ സ്റ്റാറിനെ ഡെൽറ്റ ആക്കാൻ. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വി ഹാവ് ടു സിംപ്ലിഫൈ ദ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡെൽറ്റനെ സ്റ്റാർ, അതായത് ബ്ലാക്ക് കളറുള്ള ആ ഡെൽറ്റനെ ഞാനൊരു സ്റ്റാർ ആക്കുക, റെഡ് കളറുള്ളത്. അപ്പോൾ ബ്ലാക്ക് കളറുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് R12 അറിയാം, R23 അറിയാം, R31 ഡെൽറ്റ അറിയാം. സ്റ്റാറാണ് ഞാൻ കണ്ടുപിടിക്കണം എൻ്റെ ഈക്വൽ എന്ന് പറഞ്ഞാൽ മൈ R1 വിൽ ബി ഈക്വൽ ടു, നിങ്ങൾക്കറിയാം R1 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, R1 ലൈസ് ബിറ്റ്വീൻ R12 ആൻഡ് R31. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എഴുതാം, R12 ഇൻറ്റു R31 ഡിവൈഡഡ് ബൈ എൻ്റെ ന്യൂമറേറ്ററാണ് ഇങ്ങനെ മാറുക, ഡിനോമിനേറ്റർ സെയിം ആണ്, അതെല്ലാം കൂടി ആഡ് ചെയ്യുക, ഡെൽറ്റൻ്റെ എല്ലാ ലെഗ്സും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അതെന്താണ് R12 പ്ലസ് R23 പ്ലസ് R31. ഈ സംഭവം എപ്പോഴും സെയിം ആയിരിക്കും, ഈ ബ്രാക്കറ്റിലുള്ള സംഭവം R1-ലായാലും R2-ലായാലും R3, അതാണ് എൻ്റെ ഡിനോമിനേറ്ററായിട്ട് എപ്പോഴും വരിക. ഓക്കെ, ഞാനത് റിപ്പീറ്റ് ചെയ്ത് എഴുതണില്ല. ഇനി R2 എന്ന് പറഞ്ഞാൽ എനിക്ക് R2 കാണേണ്ടത് വെച്ചാൽ അത് ഏതൊക്കെ ഇതിൻ്റെ ലെഗിൻ്റെ ഇടയിലാണ്, R12ൻ്റെ R23ൻ്റെ. അപ്പോൾ ഞാനിവിടെ എന്താ എഴുതുക, R12 ഇൻറ്റു R23. ക്ലിയർ? അതുപോലെ R3 ആണെങ്കിൽ R31 ഇൻറ്റു R23, കാര്യം R3 അതിൻ്റെ നടുവിലാണ്. സോ ഇറ്റ് വിൽ ബി R31 ഇൻറ്റു R23. ഡിനോമിനേറ്റർ സെയിം തന്നെ, എന്താണ് R12 പ്ലസ് R23 പ്ലസ് R31. സോ അത് ആണ് നമ്മൾ ഇപ്പോൾ ഡെൽറ്റനെ സ്റ്റാർ ആക്കി. ഇനി സ്റ്റാറിന് ഡെൽറ്റ ആക്കാം. അതായത് എനിക്ക് അറിയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, R1 അറിയാം, R2 അറിയാം, R3 അറിയാം. അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത് R12, R23, R31. അപ്പോൾ R23 എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഗാണ് R3. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ R3 എന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററാണ് സെയിം എല്ലായിടത്തും. അതെന്താണെന്ന് വെച്ചാൽ ഡെൽറ്റയിലെ ഈ ഓരോ റെസിസ്റ്റൻസിനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് R1, R2, R2, R3, R3, R1. ഈ പറഞ്ഞ സാധനം ന്യൂമറേറ്റർ എല്ലാത്തിലും സെയിം ആയിരിക്കും. എന്താണത്, ഐ ക്യാൻ റൈറ്റ് R1, R2 പ്ലസ് R2, R3 പ്ലസ് R3, R1. അത് സെയിം ആണ് എല്ലായിടത്തും. ഡിവൈഡഡ് ബൈ എനിക്ക് R12 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് R3. സോ ഐ റൈറ്റ് R3. സിമിലർലി R23 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണല്ലോ R23, അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് R1 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ സെയിം തന്നെ, നേരത്തെ പറഞ്ഞ ഈ സംഭവം തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ R1 വരും. അതുപോലെ ഇവിടെ R31 ആണെങ്കിൽ ഇതാണ് R31. സോ ഈ ലെഗിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഗ് എന്ന് പറയുന്നത് R2. സോ ന്യൂമറേറ്റർ വിൽ ബി സെയിം, ഡിവൈഡ് ബൈ R2. ഓക്കെ, സോ ദിസ് ഈസ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇനി ഇതിനുള്ള കുറേ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ നമ്മൾ ഓർക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് കാണാപാഠം പഠിക്കാനുള്ളതല്ല, അത് സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു ഇക്വേഷൻ കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അത് മറന്നു പോയി കഴിഞ്ഞാൽ യു വിൽ റൈറ്റ് ദ റോങ് ഇക്വേഷൻ. സോ വൺസ് യു റൈറ്റ് ദ റോങ് ഇക്വേഷൻ ദ റിഡക്ഷൻ വിൽ ബി റോങ് ആൻഡ് ദ എൻറ്റയർ ആൻസർ ഗോസ് റോങ്. അപ്പോൾ നമ്മളത് വളരെ കീനായിട്ട് അത് പഠിക്കണം, എന്നിട്ട് വേണം അത് പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, സോ ഹിയർ ഐ ഹാവ് ബീൻ ആസ്ക്ഡ് വാട്ട് ഈസ് RAB. അപ്പോൾ RAB എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ അറിയാം, A ഇവിടെയാണ്, B ഇവിടെയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കണം. ഈ സർക്യൂട്ടിന് ഇറ്റ് ഈസ് നൈദർ സീരീസ് നോർ പാരലൽ. സീരീസ് ആയിട്ടുള്ള സാധനങ്ങൾ കാണില്ല, പാരലൽ ആയിട്ടുള്ള സാധനം കാണില്ല. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ നമ്മളുടെ ആയുധമായിട്ടുള്ള സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷനോ യൂസ് ചെയ്യണം. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തൊരു ഡെൽറ്റയും കാണാം, ഉള്ളിലൊരു സ്റ്റാറും കാണാം. ഓക്കെ, അപ്പോൾ ഉള്ളിലത്തെ സ്റ്റാറിനെ ഞാൻ ഡെൽറ്റ ആക്കി കഴിഞ്ഞാൽ എൻ്റെ സംഭവം ഗെറ്റ്സ് റീഡ്രോൺ ലൈക്ക് ദിസ്. അതായത് പുറത്തത്തെ ഡെൽറ്റ അങ്ങനെ തന്നെ നിൽക്കും, അതിൻ്റെ വാല്യൂസിൽ മാറ്റമൊന്നുമില്ല. അതെന്തായിരുന്നു, 1 ohm, 1 ohm. അതിൻ്റെ ഉള്ളിലത്തെ ഈ 3 ohm എന്നുള്ള ഈ സ്റ്റാറിനെ എനിക്ക് ഇക്വലൻ്റ് ആയിട്ടൊരു ഡെൽറ്റ ആക്കാം. ഓക്കെ, സോ ഒരു ഡെൽറ്റ ഇവിടെ ഉള്ളിലും വരും, ദിസ് വേ. പിന്നെ അതിൻ്റെ വാല്യൂ എന്താ, ഈ ഓരോ ലെഗ് ഇത് 3ഉം 3 ആയതുകൊണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 3 പ്ലസ് 3 × 3 പ്ലസ് 3 × 3
ഓരോ ലെഗും 3 ആയതുകൊണ്ട് 3 തന്നെ വരും. ഓക്കെ, സോ 9 + 9 + 9 എന്ന് പറയുന്നത് 27/3. 27/3 ഈസ് 9 ohm. സോ ഇപ്പം ഞാൻ കണ്ടുപിടിച്ച ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 9 ohm, ഇതും 9 ohm ആണ്, ഇതും 9 ohm ആണ്. ആൻഡ് വേർ ഇസ് മൈ AB? അത് മറക്കരുത്. ഇതാണ് എൻ്റെ A എന്നും ഇതാണ് എൻ്റെ B എന്നും. സോ ദിസ് റെസിസ്റ്റൻസ് നമ്മൾ ലാസ്റ്റിൽ റെഡ്യൂസ് ചെയ്യാം. ഞാൻ ഇവിടുന്നാണ് നോക്കുന്നത്. മൈ ഐസ് ആർ ഹിയർ. സോ ടു സ്റ്റാർട്ട് റെഡ്യൂസിങ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഐ ഓൾറെഡി ടോൾഡ്. ഓക്കെ, അപ്പോൾ നാച്ചുറലി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഈ 1 ohmഉം ഈ 9 ohmഉം പാരലാണ്, ഈ 9 ohmഉം ഈ 1 ohmഉം പാരലാണ്, ഈ 9 ohmഉം 1 ohmഉം പാരലാണ്. അപ്പോൾ പാരലുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് പാരലായ R1 R2/R1 + R2 അത് തന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ 9 and 1 9 × 1/9 + 1 ദറ്റ് ഈസ് 10 എന്നാൽ 0.9. അതായത് ഇത് രണ്ടും പാരലായി കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു 0.9 വരും, ഇത് രണ്ടും പാരലായി കഴിഞ്ഞാൽ എനിക്കൊരു 0.9 വരും, ഇത് രണ്ടും പാരലായി കഴിഞ്ഞാൽ എനിക്കൊരു 0.9 വരും. 0.9 0.9. ഇനി എൻ്റെ AB എവിടെയാണ്? ഇവിടെ എൻ്റെ എയും ഇവിടെ എൻ്റെ ബിയും. ഓക്കെ, ഇനിയാണ് ഞാൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞത്. ഐ ആം ലുക്കിംഗ് ഫ്രം ഹിയർ ആൻഡ് ഐ ഹാവ് ടു സ്റ്റാർട്ട് റെഡ്യൂസിങ് ഫ്രം ദിസ് സൈഡ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ്, സീരീസ് ആണോ പാരലലാണോ? ഈ 0.9 ohmഉം ഈ 0.9 ohm എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട് കയറി അതേ കറണ്ടാണ് ഇതിൽ കൂടെ ഇറങ്ങുന്നത്. സോ ദാറ്റ് 2 ആർ ഇൻ സീരീസ്. അപ്പോൾ 0.9 സീരീസ് വിത്ത് 0.9 എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് 1.8. ഓക്കെ, 1.8 ohm. അപ്പോൾ നമുക്ക് കിട്ടിയ ഇത് എന്ന് പറയുന്നത് ഈക്വലൻ ടു 1.8 ആണ്. അപ്പോൾ ഈ 1.8 ഞാനിവിടെ എഴുതും. ആ 1.8ഉം ഈ പറഞ്ഞ 0.9ഉം they are in parallel. Okay, here I am having 1.8. അതാണ് എൻ്റെ AB റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത്. സോ ദിസ് വൺ യു ക്യാൻ റൈറ്റ് എന്താണ് 0.9 and 1.8 in parallel എന്നാണ് R1 R2/R1 + R2. ഓക്കെ, സോ ദിസ് വിൽ ബി മൈ RAB. അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണുക. സോ ഓഫ് കോഴ്സ് അത് the answer is like ആൻസർ ഈസ് 0.6 ohm. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 0.6 ohm ആണ്. സോ ദിസ് ഈസ് RAB. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 0.6 ohm ആണ്. ക്ലിയർ? സോ ദിസ് ഈസ് മൈ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. സോ ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഐ ടെൽ ദ ടെക്നിക് വാട്ട് ടു ഡു. ലെറ്റ് ഇറ്റ് റിമെയിൻ ആസ് എ ഹോം വർക്ക്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് RAB ആണ് കാണേണ്ടത്. സോ ഫസ്റ്റ് സ്പോട്ട് വേർ ഇസ് A and B. ഇതാണ് എൻ്റെ A, ഇതാണ് എൻ്റെ B. സോ ദിസ് 6 ohm നെക്രോസാണ് ഞാൻ എഫക്റ്റീവായിട്ട് കാണേണ്ടത്. സോ ആയിട്ട് സ്റ്റാർട്ട് റെഡ്യൂസിങ് ഫ്രം ദിസ് സൈഡ്. അത് ഓർത്ത് വെക്കുക. ഇപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഡെൽറ്റനെയൊക്കെ സ്റ്റാർ ആക്കാനോ അല്ലെങ്കിൽ സ്റ്റാറിനൊക്കെ ഡെൽറ്റ ആക്കാൻ ഉണ്ടാവും. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് ഒരു ഡെൽറ്റ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡെൽറ്റനെ എനിക്ക് സ്റ്റാർ ആക്കാം. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് നൗ. ഓക്കെ, ആ 3 ohm എന്നുള്ള ഡെൽറ്റനെ ഞാൻ സ്റ്റാർ ആക്കാമല്ലോ എനിക്ക്. അപ്പോൾ അതിന് നാച്ചുറലി ഞാൻ 3 ohmനെ ഇവിടെ ഒരു സ്റ്റാർ ആക്കണമെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അപ്പോൾ അത് ആക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ 3 ohmകളൊക്കെ പോവും, ഇതെല്ലാം പോവും. അപ്പോൾ ഈ സ്റ്റാർ എന്താ വരിക, ഈ ഇതിൻ്റെ വാല്യൂ എന്താ, അതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 × 3 ഡിവൈഡഡ് ബൈ 3 + 3. 3 × 3 എന്ന് പറയുന്നത് 3 + 3 അല്ലല്ലോ, 3 എണ്ണല്ലേ. 3 × 3 3 × 3 ഡിവൈഡ് ബൈ 3 + 3 + 3. സോ ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു 9/9 വിച്ച് ഈസ് ഈക്വൽ ടു 1 ohm. അതിൻ്റെ അർത്ഥം എനിക്ക് ഈ ഇവിടെ എന്ന് പറയുന്നത് 9 ohm 1 ohm ആണ് കിട്ടുക. അതായത് ഈ ഡെൽറ്റൻ്റെ ഈ ലെഗും പോയി, ഈ ഡെൽറ്റൻ്റെ ഈ ലെഗും പോയി, ഈ ഡെൽറ്റൻ്റെ ഈ ലെഗും പോയി. അതിന് പകരം എനിക്ക് എന്താ കിട്ടിയത്, ഞാൻ അതിനെ സ്റ്റാർ ആക്കി മാറ്റിയിരിക്കണം അല്ലേ. ഇവിടുത്തെ 1 ohm പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്, ദിസ് ബിക്കംസ് 1 ohm അഗെയിൻ. ഇത് 1 ohm ആയി, ഇത് 1 ohm ആയി. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സർക്യൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ
ജസ്റ്റ് എ മിനിറ്റ്. എഗെയിൻ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടുന്ന് നോക്കണം, ഈ സൈഡിൽ നിന്ന് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെ സീരീസ്, ആരൊക്കെ പാരലൽ എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യാനുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം ഈ 1 ohm ഒരേ ലൈനിലാണ്, ഇങ്ങനെയാണ് കിടക്കുന്നത്, ഒരേ സീരീസാണ്. അതുപോലെ ഇത് സീരീസാണ്, ഇത് സീരീസാണ്. അപ്പോൾ അതിനെ ഞാൻ ഒന്നും കൂടി റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 1 ohm സീരീസ് ആയി കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ അവിടെ 2 എനിക്ക് ഇതിനെ മാറ്റിയിട്ട് 2 എന്ന് വരക്കാം. അതുപോലെ ഇവിടെയും 2 എന്ന് എഴുതാം, ഇവിടെയും 2 എന്ന് എഴുതാം. ഓക്കെ, സോ റീഡ്രോ ചെയ്യാം. ഇവിടെ 6 തന്നെ ഉണ്ട്, 6 ആയിട്ട് തന്നെ ഉണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയത് എന്താണ്? ഇവിടെ ഐ ഹാവ് എ 1 ohm സീരീസ് ആയപ്പോൾ 2 ohm, പിന്നെ ഇവിടെ എനിക്ക് നേരത്തെ 2 ohm, നേരത്തെ 2 ohm. ക്ലിയർ? ഇനി എന്താ ചെയ്യാൻ പറ്റുക? എഗെയിൻ നമ്മൾ നേരത്തെ ആ ഒരു ഫോമിലേക്ക് എത്തി. ആ 2 ohmനെ എനിക്ക് എന്താക്കാൻ പറ്റും? എനിക്കതിനെ സ്റ്റാറിനെ, ഈ ഉള്ളിലത്തെ സ്റ്റാറിനെ എനിക്ക് ഡെൽറ്റ ആക്കാം. അപ്പോൾ നാച്ചുറലി ഈ സ്റ്റാറിന് പകരം എനിക്കൊരു ഡെൽറ്റ വരും. അതിൻ്റെ വാല്യൂ എത്രയാണ്? സ്റ്റാറിൻ്റെ ഡെൽറ്റ ആക്കുമ്പോൾ നിങ്ങൾക്കറിയാം 2 × 2 + 2 × 2 + 2 × 2 ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ ഡിവൈഡ് ബൈ 2, മറ്റേതാണെങ്കിൽ ഡിവൈഡ് ബൈ 2, അപ്പോൾ എല്ലാം 2. അപ്പോൾ ആ രീതിക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് ദിസ് ആൻസർ 6 ohm. ഓക്കെ, അപ്പോൾ ഉള്ളിലത്തെ സ്റ്റാർ മാറ്റി എനിക്ക് എന്ത് കിട്ടും? അവിടെ ഒരു ഡെൽറ്റ കിട്ടും. ആ ഡെൽറ്റൻ്റെ എല്ലാ ടെർമിനലും എന്താണ്? 6 ohm ആണ്. ഈ റബ്ബർ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഡെൽറ്റൻ്റെ വാല്യൂസ് എല്ലാം എന്താ? 6 ohm ആണ്. ഇവിടെ ഒരു 6 ohm, ഇവിടെ ഒരു 6 ohm, ഇവിടെ ഒരു 6 ohm. ഓക്കെ, 6 ohm, 6 ohm, 6 ohm. നാച്ചുറലി ഇവിടുത്തെ ഭാഗം ഞാൻ ലാസ്റ്റ് റെഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അത് പാരലാന്ന് എനിക്കറിയാം, നല്ല അവിടെ നിന്നോട്ടെ. അപ്പോൾ ഇത് രണ്ടും പാരലായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 6ഉം 6ഉം പാരലായി കഴിഞ്ഞാൽ 3. ഇവിടെ എഗെയിൻ എനിക്ക് 3 വരും, കാരണം ഈ 6ഉം 6ഉം പാരലാണ്. പിന്നെ ഈ പറഞ്ഞ 6ഉം 6ഉം പാരലൽ, അത് പറയണത് 3 ആണ്. അപ്പോൾ എൻ്റെ എ ബി ഞാൻ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ റെസിസ്റ്റൻസ് ഞാൻ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇവിടുന്നാണ് എനിക്ക് നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു റെഡ്യൂസ് ഫ്രം ദിസ് സൈഡ്. അപ്പോൾ ഇവിടുന്ന് നാച്ചുറലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും സീരീസാണ്, കാരണം ഇതിൽ കൂടെ കയറുന്ന കറണ്ട് തന്നെ ഇതിൽ കൂടെ കയറുന്നത്. ഓക്കെ, ഈ 2 ടെർമിനലിലുള്ള റെസിസ്റ്റൻസ് ഞാൻ ഇപ്പോൾ കളയില്ല, അത് ലാസ്റ്റ് ഞാൻ 3 ohmക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം 3 ohmഉം സീരീസ് ആകുമ്പോൾ 6 ohm. അപ്പോൾ ആ പറയുന്ന 6 ohmഉം എൻ്റെ എ ബി ടെർമിനലിലുള്ള 3 ohmഉം കൂടിയും പാരലാണ്. അതാണ് എൻ്റെ എ ബി. അപ്പോൾ ഇവിടെ എ ബി എന്താ? 6 × 3 ഡിവൈഡ് ബൈ 6 + 3. ഞാനിത് ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. 2 ohm. That is my RAB. Hope that solves the answer. ഈ നേരെ മറിച്ച് ഞാൻ എൻ്റെ എ ബി എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിലോ, ഈ 2 ടെർമിനലാണെങ്കിൽ ഇത് 3, ഇത് 3. ആ കിട്ടിയ ആ 2 3കളും സീരീസ് 6, ആ 6ഉം ഈ 3യും പാരലൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഒരേ വാല്യൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് 2 ohm തന്നെ കിട്ടും. ക്ലിയർ? പക്ഷേ അത് വേറെ വാല്യൂസ് വരുമ്പോൾ അതിനനുസരിച്ച് മാറും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സ്റ്റുഡൻസ്, ഇത് നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വാല്യൂസ് ഒന്നും ഞാൻ കാണില്ല, പക്ഷേ ഇതിൻ്റെ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് മാത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യൂസിങ് ട്രാൻസ്ഫോർമേഷൻ, സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് സ്റ്റാറിനെ ഡെൽറ്റ ആക്കണേ ഡെൽറ്റനെ സ്റ്റാർ ആക്കാം. ഇതിൻ്റെ അർത്ഥം സ്റ്റാറിനെ ഡെൽറ്റ ആക്കണം എന്ന് മാത്രമല്ല, സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ അതായത് യു ക്യാൻ യൂസ് സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ കാണേണ്ടത് എ ബിനെ അക്രോസുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എയും ബിയും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് അക്രോസുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സോ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഓക്കെ, അപ്പോൾ അതിന് അക്രോസുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കാണണം. നിങ്ങളപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഈ 2 ohm റെസിസ്റ്റൻസിനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാത്രമേ സിംപ്ലിഫൈ ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്റ്റാറിനെ ഡെൽറ്റ ആക്കുക, ഡെൽറ്റ സ്റ്റാർ ആക്കുമെങ്കിലും ഈ 2 എന്ന് പറയുന്ന റെസിസ്റ്ററിനെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമ്മൾ അനക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് എ ബിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നാച്ചുറലി ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം എന്തായിരിക്കും? ഇവിടെയുള്ള ഈ ഒരു ഡെൽറ്റ, ഈ ഡെൽറ്റനെ ഞാൻ എന്താക്കും? ആ ഡെൽറ്റനെ എനിക്ക് സ്റ്റാർ ആക്കാം. അപ്പോൾ അങ്ങനെ സ്റ്റാർ ആക്കുമ്പോൾ നാച്ചുറലി ഇവിടെ നമുക്കൊരു വാല്യൂ റെസിസ്റ്റർ വരും, ഇവിടെ റെസിസ്റ്റർ വരും, ഇവിടെ റെസിസ്റ്റർ വരും. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നിങ്ങൾ എന്താ വെച്ചാൽ കണ്ടുപിടിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ പോവും, ഈ റെസിസ്റ്റർ പോവും, ഈ റെസിസ്റ്റർ പോവും അല്ലേ?
പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ എനിക്ക് തോന്നുന്നു ചെയ്ത് വരുമ്പോൾ 0.33 അങ്ങനെ എന്തോ ആണ് ഇവിടെ കിട്ടുക നമുക്ക്. ഇതിൻ്റെ വാല്യൂ 0.33 എന്തോ ആണ് വരിക. ഓക്കെ, ദിസ് വിൽ ബി 0.33. നിങ്ങൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ നാച്ചുറലി നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ഒരു 2ഉം 0.33 എന്ന് പറയുന്നത് സീരീസ് ആണല്ലോ. ഇതും സീരീസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതും സീരീസ് അല്ലേ ഈ റെസിസ്റ്റർ. അല്ല, അത് സീരീസ് അല്ല. ഈ 2 ഓമിനെ എനിക്കിപ്പോൾ എവിടെയും ക്ലബ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ അങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കണം. കാരണം അത് എൻ്റെയും ബീൻ്റെയും ക്രോസുള്ള റെസിസ്റ്ററാണ്. അപ്പോൾ അതിനെ തൊടാണ്ട് ബാക്കിയുള്ളതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യാം, ഇതിനെ ക്ലബ് ചെയ്തിട്ട് 2.33 എന്ന് വരക്കാം. അതുപോലെ ഇവിടെയും നമുക്ക് 2.33 എന്ന് വരക്കാം. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ ഹിയർ ഐ വിൽ ബി ഹാവിങ് 2.33 ആൻഡ് ഹിയർ ഐ വിൽ ബി ഹാവിങ് 2.33. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു എന്ത് കാണുന്നുണ്ട്, നമുക്കിവിടെ ഒരു സ്റ്റാർ കാണുന്നുണ്ട്. ആ സ്റ്റാറിനെ എനിക്ക് ഡെൽറ്റ ആക്കാം. ഓക്കെ, ആ സ്റ്റാറിനെ ഡെൽറ്റ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതിപ്പോൾ ഇറ്റ്സ് അപ് ടു യു ട്ടോ, നിങ്ങൾക്ക് ഓരോ പോലെ ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും ചെയ്യാൻ പറ്റിയ ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ സ്റ്റാറിനെ നമ്മൾ ഡെൽറ്റ ആക്കുക. അപ്പം നമുക്ക് നാച്ചുറലി ഈ ഭാഗം പോകും, ഈ ഭാഗം പോകും, ഈ ഭാഗം പോകും. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഐ ഹാവ് എ ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് രണ്ടും പാരലലാണ്. പാരലായി കഴിഞ്ഞാൽ നമുക്കതിനെ റെഡ്യൂസ് ചെയ്ത് അതിനെ ഒരൊറ്റ റെസിസ്റ്റർ ആക്കാം. സോ ഇത് കുറച്ച് എന്താ പറയുക ഷാർപ്പാണ് ഇതിൻ്റെ. ഓക്കെ, ഞാനെന്നെ വരയ്ക്കാം. ഇങ്ങനെ വരും. പാരലായി കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടേണ്ട ഒരു ഇത് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഈ രണ്ട് പാരലായിട്ടുള്ള സംഭവം ഇവിടെ കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലല്ല, ഇത് രണ്ടും പാരലല്ല. പിന്നെ ഇവർ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അത് സീരീസ് അല്ല. ഇത് സീരീസ് ആവണമെങ്കിൽ ഇവിടെ ഒരു സംഭവം പാടില്ലായിരുന്നു. അപ്പോൾ എഗെയിൻ നമുക്കതിനെ നമ്മൾ സീരീസ് പാരലൽ വെച്ച് ചെയ്യാനുള്ള ഒരു അവസ്ഥയിൽ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. സോ എഗെയിൻ നമുക്ക് സ്റ്റാർ ഡെൽറ്റൻ്റെ ഇതന്നെ യൂസ് ചെയ്യണം. അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഈ ഉള്ളിലത്തെ ഈ ഡെൽറ്റനെ ഞാൻ സ്റ്റാറാക്കി മാറ്റുന്നു ഇങ്ങനെ. ഓക്കെ, അത് മാറ്റിക്കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക കുറേ ട്രാൻസ്ഫോർമേഷൻ. ശരിയാണ്, ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർ ഡെൽറ്റ മൊത്തം പഠിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ എനിക്ക് കിട്ടിയത് എ എന്നായിരിക്കട്ടെ. എ എന്ന് പറഞ്ഞ റെസിസ്റ്ററാണ്, ഇവിടെ ബി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്, സി എന്നുള്ള റെസിസ്റ്റൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനെ ക്രോസാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ക്രോസ് പറയുമ്പോൾ ഈ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഒരു കറണ്ട് വന്നു പോയാൽ ആ കറണ്ട് തന്നെയല്ലേ ഇതിൽ കൂടിയും പോവുക. അതുപോലെ ഇതിൽ കൂടെ ഒരു കറണ്ട് വന്നാൽ ഈ കറണ്ട് തന്നെയാണ് പോവുക. അതിനർത്ഥം ഈ 1ഉം ബിയും സീരീസാണ്, സിയും 1ഉം സീരീസാണ്. അപ്പോൾ അത് ആക്കി കഴിയുമ്പോഴത്തേന് നമ്മൾ സീരീസ് ആകുമ്പോൾ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 1ഉം എയും കൂടി സീരീസ് ആകുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. അതുപോലെ എനിക്കിവിടെ എന്താവും, ഇത് രണ്ടും സീരീസ് ആയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു വാല്യൂ കിട്ടും. ഞാൻ ഇവിടെ ഒന്ന് റബ്ബ് ചെയ്യട്ടെ. ഇവിടെ ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ടെണ്ണം, അതായത് ഈ റെസിസ്റ്ററും അതുപോലെ ഈ റെസിസ്റ്ററും അത് പാരലലാണ്. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ അതിനെ, കാരണം ഇവിടെ എനിക്ക് ഇതിനെ തൊടാൻ പറ്റില്ല. എന്താണ്, ഈ സംഭവത്തിന് എനിക്ക് തൊടാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെയും പാരലാക്കിയിട്ട് പിന്നെ നമുക്ക് അതിനെ തൊടാം. ഓക്കെ, അപ്പോൾ നാച്ചുറലി ഈ റെസിസ്റ്ററും പോയി ഈ റെസിസ്റ്ററും പോയിട്ട് അതിൻ്റെ പാരലായിട്ട് ഈക്വലൻ്റ് ആയിട്ട് എനിക്കൊരു റെസിസ്റ്റർ ഉണ്ടാവുമല്ലോ. അതിന് ഞാൻ ഇങ്ങനെ അവിടെ വരച്ചു. ഓക്കെ, ഇപ്പോഴും ഞാൻ ഇവിടെ തൊടും, എ ബിനെ ലാസ്റ്റേ തൊടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എ ബിൻ്റെ അക്രോസുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരു കറണ്ട് വന്നാൽ ആ കറണ്ട് തന്നെ ഇതിൽ കൂടെ പോവുക. അപ്പോൾ ഇവിടെ കിട്ടിയൊരു വാല്യൂ, അതായത് രണ്ടെണ്ണം പാരലായി കിട്ടിയൊരു വാല്യൂ നമുക്ക് എക്സ് ആണെങ്കിൽ ഈ പറഞ്ഞ എയും ഇവിടെ ഒരു എ ആണേ, ഈ പറഞ്ഞ എയും എക്സും കൂടി എന്താണ്, അത് എനിക്ക് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് വരയ്ക്കാം, അതിനെ സീരീസ് ആക്കിയിട്ട് എനിക്ക് ഇതിനെ ക്രോസ് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരക്കാം.
പിന്നെ എന്താ വരിക, എൻ്റെ എ എന്ന് പറയുന്നത് എവിടെയാണ്, എ എന്ന് പറയുന്നത് എവിടെയാണ്, ബി എന്ന് പറയുന്നത് ഇതിനാണ്, ഇനി ഇത് രണ്ടും പാരലാണ്. ആ എഫക്റ്റീവാണ് എൻ്റെ RAB കിട്ടുക. അപ്പോൾ കുറച്ച് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ നോക്കി ചെയ്യണം, അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും. സോ ഇൻ എഫക്റ്റ് ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ തറോ ആയി ഉണ്ടാവും. ക്ലിയർ? സോ ദിസ് ഈസ് ദ ന്യൂമറിക്കൽസ് ഫ്രം സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ.